ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു ധനുഷ്. അർച്ചനടുത്ത് പോയതോടെ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യവും പോയി. ഏട്ടത്തി തിരിച്ചു വന്നാൽ മാത്രമേ ഈ വീടിന് പഴയ ഐശ്വര്യത്തിലേക്ക് വരൂ. ആ പ്രതീക്ഷയൊന്നും എനിക്കിപ്പോ ഇല്ല. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ തിരിച്ചു വരാനാ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം വരുമായിരുന്നില്ലേ? ഇനി അഥവാ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അർച്ചനടുത്തി ഇപ്പോഴും സച്ചേട്ടനെ കാത്തിരിക്കോ? അർച്ചനടുത്തി ഇറങ്ങിപ്പോയതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അർച്ചനടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അർച്ചനടുത്തേക്ക് ഒരിക്കലും സച്ചേട്ടനെ മറക്കാൻ പറ്റില്ല. സച്ചേട്ടൻ ഇപ്പോഴും അർച്ചനടുത്തെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും കാത്തിരിക്കുന്നതും ഒന്നും വെറുതെ ആവില്ല. ധനുഷേ, സ്നേഹത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി അകന്നു പോയവരെ തമ്മിൽ അടുപ്പിക്കും. ലോകം മുഴുവൻ മാറിയാലും അവരുടെ മനസ്സിലുള്ള സ്നേഹം മാറില്ല. ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ യാഥാർത്ഥ്യം നീ വിചാരിക്കുന്ന പോലെ ആവില്ല. അർച്ചനടുത്ത് ഇപ്പോ നമ്മളെയൊന്നും കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ധനുഷേ, ആകാശത്ത് സൂര്യനും ചന്ദ്രനും ചിലപ്പോ ഉദിക്കാതിരിക്കും. ഈ ഭൂമി ചിലപ്പോ ഇരുട്ടിലായേക്കും. ചിലപ്പോ പ്രളയം വന്ന് ഭൂമിയുടെ ഒരു ഭാഗം മുഴുവനും നശിച്ചു പോയെന്നും വരാം. ചൂടുകൊണ്ട് ഈ ലോകത്തിലെ പുൽക്കൊടികളെല്ലാം കരിഞ്ഞു പോയെന്നും വരാം. എന്നാലും അർച്ചനടുത്തേക്ക് സച്ചിയേട്ടനെ മറക്കാൻ പറ്റില്ല. അർച്ചനടുത്തി സച്ചിയേട്ടനിലേക്ക് തിരിച്ചു വരും. ഇത് ഇന്നത്തെ ദിവസമെങ്കിലും കരയരുതെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ലേ. പറയാൻ എളുപ്പാ മോളെ, പക്ഷെ പറ്റുന്നില്ല. അവളെ ഞാൻ പറ്റതല്ലേ. വർഷങ്ങൾ ഇത്രയായി എന്റെ കുഞ്ഞ് എവിടാന്ന് പോലും അറിയാതെ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അതോ ആന്റി, ഇന്ന് അർച്ചനേട്ടത്തിയുടെ പിറന്നാളല്ലേ, ഇന്നെങ്കിലും ആന്റി കരയരുത്. ദേ, സച്ചേട്ടനെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നേക്കുവാ, അറിയാലോ. ഇറങ്ങ ആന്റി. സച്ചേട്ടാ വാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ടോ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം. അതൊന്നും പറ്റൂല. ഇതുവരെ വന്നിട്ട് അമ്പലത്തിൽ കയറിട്ട് പോ. ദൈവങ്ങളൊന്നും ഇതുവരെ എന്നോട് ഒരു കരുണയും കാണിച്ചില്ലല്ലോ. മോനെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവാതിരിക്കില്ല. വാ മോനെ, അമ്മയല്ലേ വിളിക്കുന്നത്. വർഷങ്ങൾ ഇത്രയായി, എന്നിട്ടും അവക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടും ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ദൈവങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവളെ മോളെ ദൈവം നമുക്ക് തിരിച്ചു കൊണ്ടുതരും, എനിക്കുറപ്പാ. വാ 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 മോളെ.
അമ്മേ ഞാൻ അങ്ങോട്ട് നിൽക്കാം. ശരി മോനെ. ഞങ്ങൾ ഇറങ്ങാം. മോളെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. മകനും ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. അല്ല, അവരെവിടെ? അവിടെ നിപ്പുണ്ട്. ആ, ഞാൻ പോട്ടെ. ഓ, അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട. രാവിലെ മരുന്ന് കഴിച്ചില്ല, തല ഇറങ്ങി വീഴാൻ പോയി. അയ്യോ, ആരോ ഒരാള് പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലടാ. ആ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? പ്രസാദം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ